ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റവപ്പുട്ടാണ് കേട്ടോ. സാധാരണ അരിപ്പുട്ടൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ റവപ്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായി ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പിടണം. പിന്നെ അതുപോലെ തന്നെ റവ ആവശ്യാനുസരണം. ഞാനിപ്പോൾ ഒരു കുറ്റി പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് ആവശ്യാനുസരണം റവ. എൻ്റെ വീട്ടിലിപ്പോൾ എനിക്ക് മാത്രമാണ് റവപ്പുട്ട് ഇഷ്ടമുള്ളൂ കേട്ടോ. അപ്പോൾ കുഞ്ഞുനാളിൽ മുതൽ ഞാൻ റവപ്പുട്ടിൻ്റെ ആരാധികയാണ്. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തേങ്ങ ചിരണ്ടിയതെടുത്തിട്ട് കുറച്ച് തേങ്ങ ആദ്യം തന്നെ പുട്ടുകുറ്റിയിലേക്ക് ഇടുക. അതിന് ശേഷം കുറച്ച് റവ എടുക്കുക. അത് ഒരു കുറ്റിക്ക് എത്രയാണ് റവ ആവശ്യമുള്ളത് അതിനനുസരിച്ച് റവ എടുക്കുക. ഒരു നുള്ള് ഉപ്പ് അതിലേക്ക് ഇടുക. എന്നിട്ട് ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ തന്നെ ഈ തേങ്ങയും നമ്മുടെ റവയും കൂടിയിട്ട് ഒരുമിച്ച് തിരുമ്മി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ റവയ്ക്ക് നമുക്ക് അരിപ്പൊടിക്ക് നനയ്ക്കണ പോലെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. റവയ്ക്ക് ഒരു നുള്ളു വെള്ളം മാത്രം മതി. കുറച്ച് വെള്ളത്തിൽ തന്നെ റവ, കാരണം വറുത്ത റവയാണ്, റോസ്റ്റഡ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റോസ്റ്റഡ് റവയാകുമ്പോൾ അധികം വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ. എന്നിട്ട് അത് യോജിപ്പിച്ച ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും അത് നന്നായി തിരുമ്മി യോജിപ്പിക്കുക. അങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നനച്ച് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അതൊരു ഇങ്ങനെ ഉണ്ട പോലെ പിടിച്ച് നോക്കുമ്പോൾ അത് നല്ല പരുവത്തിൽ കിട്ടണം. അങ്ങനത്തെ രീതിയിലായിക്കഴിഞ്ഞാൽ അത്ര നനവ് മതി ഇതിന്. ഇപ്പം നിങ്ങളിങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ പൊടിഞ്ഞു പോവോ, പുട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ പൊടിഞ്ഞു പോകുമോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അത് പൊടിഞ്ഞു പോകുന്നില്ല കേട്ടോ. പിന്നെ തേങ്ങയും റവയും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ പുട്ടും കുറ്റിയിൽ നിറച്ചിട്ട് അത് വേവിക്കുക. അപ്പോൾ നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. നല്ലപോലെ ആവി വന്നതിന് ശേഷം ഒരു 5 മിനിറ്റൊക്കെ മതി ഇത് വേവാനായിട്ട്. നല്ലപോലെ ആവി വന്നതിന് ശേഷം പുട്ട് എടുക്കുക. എന്നിട്ട് പഴം കൂട്ടി അടിക്കുക.